24 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ ലഹരി ഉപയോഗവും വിൽപ്പനയും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല ബഹ്റൈനിൽ പറഞ്ഞു. പ്രവാസികൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും നമ്മളെല്ലാവരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ബഹ്റൈനിൽ വന്ന് ഇവിടെ കോളേജ് തുടങ്ങുമെന്ന് പറഞ്ഞതാണ്. പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ബഹ്റൈനിലൊരു കോളേജും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ സംസ്ഥാന ഗവൺമെൻറ്റോ നടത്തിയില്ല. ഏറ്റവും അടുത്ത ഒരു പ്രശ്നം, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ പ്രശ്നം. അത് ഗൾഫിലെ മൊത്തത്തിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാൻ കഴിയാത്ത നിലയിലാണ് ടിക്കറ്റ് ചാർജ് ഉണ്ടാകുന്നത്. അത് ഗവൺമെൻറ് അടുക്ക എത്ര കാലമായി നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചീപ്പായി ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഈ മണലാരണ്യങ്ങളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ സമ്പാദ്യം മുഴുവൻ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഉണ്ടാകേണ്ടത്. പിന്നെ പ്രവാസികളായ ആളുകൾക്ക് വേണ്ടത്ര സംരക്ഷണം കേരളത്തിലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട്. നോർക്ക എഫക്റ്റീവായി പ്രവർത്തിക്കുന്നതിനുള്ള പരാതിയും ഇവിടെ വരുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്തായിരുന്നു ഒരു മന്ത്രാലയം തന്നെ പ്രവാസികൾക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ അതില്ലാതായി. ഇതിപ്പം വിദേശകാര്യ വകുപ്പിനോടൊപ്പം ചേർന്ന ഒരു ചെറിയ സംവിധാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നതാണ്. LDF 3ാം തവണ 30 സീറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. 3ാം തവണ വരുമ്പോൾ 30 സീറ്റായിരിക്കും കിട്ടാൻ പോകുന്നത്.